കറന്റ് ഫ്ലിപ്കാർട്ടിൽ എ സിക്കുള്ളതുപോലെ തന്നെ റെഫ്രിജറേറ്റേഴ്സിനും നിരവധി ഓഫേഴ്സ് ഫ്ലിപ്കാർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിലെ മികച്ച 3 ബ്രാൻഡുകളുടെ വർത്ത് ഫോർ മണി ആയിട്ടുള്ള 3 റെഫ്രിജറേറ്റേഴ്സാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. ഒന്നാമത് LG എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ 3 സ്റ്റാർ റെഫ്രിജറേറ്ററാണ്. സോ ഇത് 325 ലിറ്റർ കപ്പാസിറ്റി വരുന്ന ഒരു റെഫ്രിജറേറ്ററാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 36,000 ആണ്. സോ ഇതിന് കൊടുത്തിരിക്കുന്ന ബാങ്കുകളുടെയും ക്രെഡിറ്റ് കാർഡുകളുടെയും EMI ഓഫേഴ്സും കാര്യങ്ങളും എല്ലാം തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അപ് ടു 12 മന്ത് വരെ നോ കോസ്റ്റ് EMIയിൽ നമുക്ക് ഫ്ലിപ്കാർട്ട് ത്രൂ പർച്ചേസ് ചെയ്യാൻ സാധിക്കും. അതിനുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട്. താഴത്തേക്ക് വരുമ്പം ഇതിൻ്റെ വാറണ്ടി, ഇതിന് പ്രൊഡക്റ്റ് വാറണ്ടി ആയിട്ട് 1 ഇയറും അതോടൊപ്പം 10 ഇയർ കംപ്രസർ വാറണ്ടിയും ഇത് ഓഫർ ചെയ്യുന്നുണ്ട്. ഇനി ഇതിൻ്റെ കീ ഫീച്ചേഴ്സിലേക്ക് വരുമ്പം ഇതൊരു ബോട്ടം മൗണ്ട് റെഫ്രിജറേറ്ററാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു സ്പേസ് നമുക്ക് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കീപ്പ് ചെയ്യാൻ ലഭിക്കുന്നു എന്നുള്ളതാണ്. ട്രിപ്പിൾ ഇൻവേർട്ടർ ആൻഡ് ഡ്യുവൽ ഫാൻ ടെക്നോളജിയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഡ്യുവൽ ഫാൻസ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള എയർ ഫ്ലോ ലഭിക്കുന്നു എല്ലായിടത്തേക്കും. അതുകൊണ്ട് തന്നെ അധികം എനർജി കൺസ്യൂം ചെയ്യാതെ എഫിഷ്യൻ്റ് ആയിട്ട് തന്നെ ഈ ഒരു ഫ്രിഡ്ജിന് വർക്ക് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. 1 അവർ കൂളിംഗ് ടെക്നോളജിയാണ് ബോട്ടം മൗണ്ടിങ്ങിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കീപ്പ് ചെയ്യുന്ന ഫുഡ്സ് ആയിട്ട് അല്ലെങ്കിൽ വെജിറ്റബിൾസോ ഫ്രൂട്ട്സോ ആയിക്കോട്ടെ പെട്ടെന്ന് തന്നെ കൂളാക്കാൻ സാധിക്കുന്നു. അങ്ങനെ അതിൻ്റെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് പ്രിസർവ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. 14:1 കൺവേർട്ടബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് 14 ഡിഫറെൻറ്റ് കൂളിംഗ് മോഡ്സ് ആണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് റെഫ്രിജറേറ്ററിൽ കീപ്പ് ചെയ്യുന്ന ഫുഡുകളുടെ രീതികളനുസരിച്ച് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് ഈ മോഡുകൾ സ്വിച്ച് ചെയ്യാൻ സാധിക്കും. ബോട്ടം മൗണ്ടഡ് ആണെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് തന്നെ 2 ടൈം ലാർജർ ആയിട്ടുള്ള അല്ലെങ്കിൽ ബിഗർ ആയിട്ടുള്ള വെജിറ്റബിൾ ബോക്സ് ആണ് ഇതിൽ ലഭിക്കുന്നത്. ആൻഡ് കണക്റ്റഡ് ടു ഹോം ഇൻവേർട്ടേഴ്സ്, നമുക്ക് ഡയറക്റ്റ്ലി ഇൻവേർട്ടേഴ്സിലേക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. ട്വിസ്റ്റ് ഐസ് മേക്കേഴ്സ്, ഇതൊക്കെ നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. എല്ലാ ഫ്രിഡ്ജിലും അവൈലബിൾ ആയിട്ടുള്ള കുറേ നോർമൽ കാര്യങ്ങളും ഇതിൽ കൊടുത്തിട്ടുണ്ട്. സോ ഇതിൻ്റെ ടോട്ടൽ കപ്പാസിറ്റി വരുന്ന 325 ലിറ്റേഴ്സാണ്. ഓട്ടോ ഡീഫ്രോസ്റ്റേഴ്സും ഇതിൽ ബിൽറ്റിനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ രണ്ടാമത്തെ റെഫ്രിജറേറ്ററാണ് LGയുടെ 655 ലിറ്റർ കപ്പാസിറ്റിയുള്ള സൈഡ് ബൈ സൈഡ് ഡോർ വരുന്ന ഈ ഒരു AC. സോ ഇത് ഡിഫറെൻറ്റ് കളർ ഓപ്ഷൻസിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 75,000 ആണ്. ഇനി നിങ്ങൾ ഉപയോഗിക്കുന്ന പഴയ റെഫ്രിജറേറ്റർ വേണമെന്നുണ്ടെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്ത് ഇതേ ഫ്രിഡ്ജ് തന്നെ നമുക്ക് വാങ്ങാൻ സാധിക്കും. അതിൻ്റെ ഡീറ്റെയിൽസും താഴെ EMI ഓപ്ഷൻസും ക്രെഡിറ്റ് കാർഡിൻ്റെ ബാങ്ക് ഓഫേഴ്സും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും താഴത്തേക്ക് വരുമ്പം ആദ്യം തന്നെ ഇതിൻ്റെ വാറണ്ടി 1 ഇയർ പ്രൊഡക്റ്റ് വാറണ്ടി അലോങ് വിത്ത് 10 ഇയേഴ്സിൻ്റെ കംപ്രസർ വാറണ്ടിയാണ് LG ഓഫർ ചെയ്യുന്നത്. ഇതിൻ്റെ ഹൈലൈറ്റഡ് ഫീച്ചേഴ്സിലേക്ക് വരുമ്പം 650 ലിറ്റേഴ്സാണ്. സൈഡ് ഡോറിൻ്റെ കപ്പാസിറ്റി കൂടെ ചേർത്തിട്ടാണ് 655 ലിറ്റേഴ്സ് പറയുന്നത്. ഇതാണ് 655 ലിറ്റേഴ്സിൻ്റെ ആ ഒരു കപ്പാസിറ്റി കാണിക്കുന്നത്. ഐസ് മേക്കറുണ്ട്, ബയോ ഷീൽഡ് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം എല്ലാ റെഫ്രിജറേറ്ററിലും ഉള്ള കാര്യങ്ങളൊക്കെയാണ്. ഇതിൽ സ്മാർട്ട് ഡയഗ്നോസ്റ്റ് നമ്മുടെ ഫോണിൽ ആപ്ലിക്കേഷൻ ത്രൂ കണക്ട് ചെയ്യാം ബ്ലൂടൂത്തിൻ്റെ സഹായത്തോടെ. അതുപയോഗിച്ച് നമുക്ക് ഡയഗ്നോസ് ചെയ്യാം. സ്മാർട്ട് ഇൻവെർട്ടർ കംപ്രസറാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. ആൻഡ് മൾട്ടിപ്പിൾ ഫാനുകൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാക്സിമം എയർ ഫ്ലോ ലഭിക്കും. ആൻഡ് വലിയ ഫ്രൂട്ട്സും അതോടൊപ്പം വെജിറ്റബിൾസും കീപ്പ് ചെയ്യാനുള്ള ബാസ്ക്കറ്റുകൾ നമുക്ക് താഴെയായിട്ട് കാണാൻ സാധിക്കും. ഇതിൻ്റെ ഡോർസിൽ ഡോർ അലാറം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചൈൽഡ് ലോക്ക് സിസ്റ്റം അതിൽ ഇൻ്റഗ്രേറ്റഡ് ആണ്. സോ നിങ്ങൾക്ക് സേഫായിട്ട് തന്നെ കുട്ടികളുണ്ടെങ്കിലും സേഫായിട്ട് തന്നെ നമുക്ക് ഈ ഒരു റെഫ്രിജറേറ്റർ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ കൺവീനിയൻസ്, നമുക്ക് ഏകദേശം ഫ്രീസർ ഏരിയ തന്നെ വരുന്നത് 239 ലിറ്റേഴ്സാണ്. ബാക്കി റെഫ്രിജറേറ്റർ ഏരിയ ആണ് 416 ലിറ്റർ. അതിൻ്റെ സൈസ് കമ്പാരിസണും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. സോ ഓവറോൾ നിങ്ങളൊരു ലാർജ് കപ്പാസിറ്റി ഉള്ള ഒരു റെഫ്രിജറേറ്ററാണ് നോക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല റെഫ്രിജറേറ്ററാണ് LGയുടെ ഈ ഒരു ഡ്യുവൽ ഡോർ റെഫ്രിജറേറ്റർ. ഇനി ഇതിൽ മൂന്നാമത്തെ റെഫ്രിജറേറ്റർ എന്ന് പറയുന്നത് സാംസങ്ങിൻ്റെ 653 ലിറ്റേഴ്സ് കപ്പാസിറ്റി ഉള്ള ഒരു ഡ്യുവൽ ഡോർ റെഫ്രിജറേറ്ററാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത സാംസങ്ങിൻ്റെ ACയിലെല്ലാം കാണുന്ന പോലെ തന്നെ ബീസ്പോക്ക് AI-യുടെ ഇൻ്റഗ്രേഷൻ ഈ ഒരു റെഫ്രിജറേറ്ററിലും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഗൂഗിൾ അല്ലെങ്കിൽ അലക്സ ഇതിൻ്റെയൊക്കെ സപ്പോർട്ട് ലഭിക്കും. അതോടൊപ്പം നമുക്ക് ഫോണിൽ ആപ്പ് ത്രൂ ഇത് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ആൻഡ് ഇതിലും 5 സ്റ്റാർ 3 സ്റ്റാർ റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് കമ്പാരിറ്റീവ്ലി LG ആയിട്ട് നോക്കുമ്പം ചെറിയൊരു വ്യത്യാസമാണ്. എന്നാൽ LGയേക്കാൾ കൂടുതൽ ടെക്നിക്കലി ഫീച്ചേഴ്സ് ലോഡഡ് ആണ്. ഇതിൽ പ്രൈസ് 78,000 ആണ്. ബാങ്ക് ഓഫേഴ്സ്, കാർഡ് ഓഫേഴ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. 1 ഇയർ കോംപ്രഹെൻസീവ് പ്രൊഡക്റ്റ് വാറണ്ടിയും 10 ഇയേഴ്സിൻ്റെ കംപ്രസർ വാറണ്ടിയും സാംസങ്ങും ഓഫർ ചെയ്യുന്നു. ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സിലേക്ക് വരുമ്പം ഒന്നാമത്തെ കാര്യം 5-in-1 ഇൻവേർട്ടബിൾ ആണ്. അതായത് ACയുടെ കാര്യം പറയുന്ന പോലെ തന്നെ ഡിഫറെൻറ്റ് മോഡുകളിൽ അല്ലെങ്കിൽ കപ്പാസിറ്റിയിൽ നമുക്കിത് റൺ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. അതിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന ഫുഡ് അല്ലെങ്കിൽ കാര്യങ്ങളെ ബേസ് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള ലോഡും കപ്പാസിറ്റിയും കൊടുത്താൽ മതി. അതാണ് ഈ 5-in-1 കൺവേർട്ടബിൾ. പിന്നെ സ്റ്റോർ ഫ്ലെക്സിബിലിറ്റി, ഇവിടെ
അതിൻ്റെ ആ ഒരു വേരിയേഷൻസ് കൊടുത്തിട്ടുണ്ട്. നോർമൽ എന്ന് പറയുന്നത് ഫുള്ളായിട്ട് നമുക്ക് ഇത് പ്രവർത്തിപ്പിക്കാം. ഇനി ഏതെങ്കിലും ഒരു സൈഡ്, അതായത് ഡ്യുവൽ ഡോർ ആയതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു സൈഡ് നിങ്ങൾക്ക് ഓഫ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ സൈഡ് ഓഫ് ചെയ്തിട്ട് ഒരു സൈഡ് മാത്രമായിട്ട് പ്രവർത്തിപ്പിക്കാം. വെക്കേഷൻ മോഡ്, അതായത് വീട്ടിൽ നിന്ന് കുറച്ച് ദിവസങ്ങൾ മാറി നിൽക്കുന്ന സമയത്ത് നമുക്ക് സേവ് ചെയ്യേണ്ട അത്യാവശ്യം കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള, അതിനനുസരിച്ച് കപ്പാസിറ്റി എടുക്കുന്ന രീതിയിലുള്ള മോഡ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. എക്സ്ട്രാ ഫ്രിഡ്ജ് മോഡ്, ഹോം അലോൺ മോഡ്, അങ്ങനെ ഡിഫറെൻറ്റ് മോഡ്സ്. പിന്നെ ആപ്പ് ത്രൂ, സ്മാർട്ട് തിങ്സ് എന്ന് പറയുന്ന ആ ഒരു സാംസങ്ങിൻ്റെ ആപ്പ് ത്രൂ ഇത് നമുക്ക് കൺട്രോൾ ചെയ്യാം. ഇതിൻ്റെ ഡീറ്റെയിൽസ്, ഇതിൻ്റെ ഫങ്ഷണാലിറ്റീസ്, ഇതിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യാം. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും A to C കാര്യങ്ങൾ ഇതിൽ നമുക്ക് ട്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഏതെങ്കിലും ഒരു പോർഷൻ മാത്രമായിട്ട് നമുക്ക് ഓപ്പറേറ്റ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കും ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടെ. ട്വിൻ കൂളിംഗ് ആണ്, അതായത് നമുക്ക് ലിറ്ററലി ഈ ഒരു റെഫ്രിജറേറ്ററിൻ്റെ എല്ലാ മൂലകളും കവർ ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ ഈ ഒരു കൂളിംഗ് ടെക്നോളജി ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഈ ഒരു ടെമ്പറേച്ചർ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാനുവലിയും അഡ്ജസ്റ്റ് ചെയ്യാം. അതിനുള്ള സെറ്റിങ്സും ഇതിനകത്ത് റെഫ്രിജറേറ്ററിനകത്താണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. റീറ്റെയിൻ റിഫ്രഷ്നസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിലുമുണ്ട്. ഡോർ അലാറം, സോ നമുക്ക് ചൈൽഡ് ലോക്ക് സേഫ്റ്റി കാര്യങ്ങളൊക്കെ ഇതിലും കൊടുത്തിട്ടുണ്ട്. കാരണം ഇപ്പം വരുന്ന സ്മാർട്ടായിട്ടുള്ള റെഫ്രിജറേറ്റേഴ്സിലെല്ലാം തന്നെ ഈ ചൈൽഡ് ലോക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. വളരെ ഈസ്തെറ്റിക് ആയിട്ടുള്ള മിനിമൽ ആയിട്ടുള്ള ഡിസൈനാണ് ഈ ഇതിൻ്റെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത്. സോ ഓവറോൾ ഈ കൊടുക്കുന്ന പ്രൈസിനും കമ്പാരിറ്റീവ്ലി നമ്മൾ പരിചയപ്പെട്ട LG അല്ലെങ്കിൽ ഹയറിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള, സ്ലൈറ്റ്ലി ചെറിയൊരു പ്രൈസ് വ്യത്യാസമുള്ളൂ, പക്ഷേ നമുക്ക് നിരവധി സ്മാർട്ടായിട്ടുള്ള ടെക്നോളജീസ് ഇതിൽ ലോഡഡ് ആണ്. അതുകൊണ്ട് ടെക്നോളജിയുടെ ഇൻഫ്ലുവൻസ് എല്ലായിടത്തേക്കും വന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ഒരു 10-15 വർഷം കണ്ണും പൂട്ടി യൂസ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ഇൻ്റഗ്രേഷൻസ്, ടെക്നോളജി പരമായിട്ടുള്ള ഇൻ്റഗ്രേഷൻസ് ഈ ഒരു റെഫ്രിജറേറ്ററിൽ സാംസങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ കറൻ്റ്ലി ഫ്ലിപ്കാർട്ടിൽ ഒരു വീട്ടിലേക്ക് വേണ്ട അത്യാവശ്യമായിട്ടുള്ള ഹോം അപ്ലയൻസിന് എല്ലാം തന്നെ നല്ല ഓഫേഴ്സാണ് ഫ്ലിപ്കാർട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഡെഫിനറ്റ്ലി ഡു ചെക്ക് ഇറ്റ് ഔട്ട്. അപ്പോൾ ഇതിൽ പരിചയപ്പെടുത്തിയ എല്ലാ റെഫ്രിജറേറ്റേഴ്സിൻ്റെയും ഫ്ലിപ്കാർട്ട് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. So definitely check it out. Catch you guys next one. Till then, peace.